അപ്പോൾ നമുക്കൊരു അടിപൊളി ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാൽ മാത്രമേ നമുക്കതിലിടുന്ന എന്തൊക്കെ സാധനങ്ങളാണ് ഇടുന്നതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ എടുക്കണം. കുക്കറെല്ലാം നമുക്കിനിയിപ്പം അടുപ്പിൽ തന്നെ വേവിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയാലും മതി. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് കുക്കർ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഞാൻ ഏകദേശം 1 കിലോ ബീഫാണ് എടുത്തത്. 1 കിലോ ബീഫ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പം 1/2 കിലോയെ കിട്ടുള്ളൂ. കാരണം ഇത് നന്നായിട്ട് വെന്ത്, അതായത് നമ്മൾ വേവിച്ച ശേഷം പിന്നെ അടുത്ത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഇത് ചുരുങ്ങിപ്പോവും. ഓക്കെ, അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വളരെ കുറച്ച് മാത്രം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ 4 കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എത്ര കൂടുന്നോ അതിനനുസരിച്ച് നല്ലതാണ്. എന്നാലും അധികമായാലും അമൃതവും വിഷമെന്നാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഉരിച്ചെടുത്തിട്ട് അതിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് നിന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 4-5 വിസിൽ ഞാൻ കേൾപ്പിച്ചു. 4 വിസിൽ കേൾപ്പിച്ചാൽ മതി. കാരണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വെന്തതിലോട്ട് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നമുക്ക് പൊരിക്കാൻ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് വേണ്ടത്. മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് കായം കൂടി ചേർക്കുന്നുണ്ട്. അച്ചാറാണല്ലോ, അതും കൂടി ഇട്ടാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഫ്ലേവർ കിട്ടുള്ളൂ, അച്ചാറിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇന്ന് ഇത് ഇത്രയും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ നല്ല ഈ മസാലക്കൂട്ടുകളൊക്കെ നമ്മുടെ ഇറച്ചിയിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. അടുത്തൊരു പാത്രം എടുക്കണം. ഞാൻ ഇരുമ്പ് ചട്ടിയാണ് എടുത്തേക്കുന്നത്, പാനൊന്നുമില്ല. കാരണം ഇരുമ്പ് ചട്ടി ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇരുമ്പ് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. കാരണം ഇത് നമുക്ക് നല്ലെണ്ണയുടെ ആവശ്യം വീട്ടിൽ, അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ തീരും, അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ തീരും. അതുകൊണ്ട് നല്ലെണ്ണയുടെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നല്ലെണ്ണ ഒഴിക്കാത്തത്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലെണ്ണയാണ്, അതായത് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുപോയി കഴിക്കാനുള്ള ആൾക്കാർക്ക്, എബ്രോഡൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയാണ് ബെസ്റ്റ് ഓപ്ഷൻ. വെളിച്ചെണ്ണ ഒഴിക്കരുത്, പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അതിലൂടെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് ബീഫ് എടുത്ത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം മൊരിച്ചെടുക്കും. അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മൊരിച്ച് കൊടുക്കും. നമുക്ക് നന്നായിട്ട് മൊരിയുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് അത്രയും മൊരിച്ചെടുക്കും. അല്ല, ചിലർക്ക് അത്രയും മൊരിയുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ആ ഒരു ടൈമിൽ കോരിയെടുക്കാം. ഞാൻ ഈ ഒരു ടൈമിൽ, അതായത് നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ കോരിയെടുക്കുന്നത്. എന്നിട്ട് അതേ എണ്ണയിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി വെച്ചേക്കുന്നത് അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അതിലിടുമ്പോഴത്തേനും നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഡ്രൈ ആവണം. ഈ അച്ചാറിൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പിന്നെ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. കരിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് വെറുതെ ആവും, കയ്പ്പാവും. അതുകൊണ്ട് അറിയാമല്ലോ. അപ്പോൾ അതായത് ഏകദേശം ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ മാറ്റി ലോ ഫ്ലെയിമിലാക്കിയിടണം. എനിക്ക് ഉപ്പ് കുറവായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉപ്പിട്ടത്. ഉപ്പ് നിങ്ങൾക്ക് മറ്റേ ഇറച്ചിയിൽ ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഉപ്പും പെരിഞ്ചീരകവും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട്, കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി ഇട്ടു. അതൊന്ന് നല്ലോണം മൂത്ത് വരുന്ന ആ ഒരു ടൈമിൽ ഒന്ന് ബ്രൗൺ കളറായി, പൊടികളൊക്കെ ഒന്ന് അതിൽ പിടിച്ച് ബ്രൗൺ കളറായി വരുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്കിനി അടുത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബീഫ് ആഡ് ചെയ്യാം. ബീഫ് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ബീഫ് മൊത്തത്തിലെടുത്ത് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ആയി എന്ന് തോന്നി, അപ്പോൾ കുറച്ചൊന്ന് ഒരു അരപ്പിൻ്റെ ഒരു അംശം വരാൻ വേണ്ടി ഞാനൊരു വളരെ കുറച്ച് മാത്രം, അതായത് ഒരു 1/4 കപ്പ് ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ഞങ്ങൾക്കിവിടെ ഈ സാധനം തീരും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ അതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിവാക്കണം.
ഞാനിവിടെ നമുക്കിത് പെട്ടെന്ന് തന്നെ തീരുന്നതുകൊണ്ടാണ് ഞാനിതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് ഇത്രയും ഇട്ടിട്ട് പിന്നെ അതൊന്ന് വറ്റി, അതായത് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന ഒരു ടൈമിൽ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനത് അതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയി, അപ്പം അത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ബീഫ് അച്ചാർ റെഡി.